ഹലോ ഫ്രണ്ട്സ്, UK ഒരു ജോലി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ആകുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ട് മാറിയിരിക്കും. നൂറുകണക്കിന് നമ്മുടെ സ്റ്റുഡൻസ് ആണ് UK ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കുമായിട്ട് സന്തോഷകരമായ ഒരു വാർത്തയാണ് UK നിന്ന് ഇപ്പോഴേ വന്നിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ UK ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യമാണ്. UK എപ്പോഴും നമുക്കറിയാം പ്രൊഫഷണൽസ് അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. പുതിയ പുതിയ പ്രൊഫഷണൽസ് എല്ലാ വർഷവും അവർ ആഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മളുടെ കെയർ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളുടെ നാട്ടിൽ നിന്ന് UK എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ആരെയൊക്കെയാണ് അവർക്ക് ഷോർട്ടേജ് വരുന്നത്, അവരുടെ ഒരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് തന്നെ എല്ലാ വർഷവും അവർ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ആവശ്യമുള്ള ആൾക്കാരുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് അവർ ഈ ഒരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്കൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അവർ ഓരോ വർഷവും അവരുടെ ആ ഒരു ടേബിള് പുറത്തിറക്കുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 പുതിയ ജോബുകൾ കൂടി UK സ്കിൽഡ് വർക്കർ വിസ ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് 2025 അവരെ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം സാധാരണ ആൾക്കാർ, അതായത് കാർപ്പൻറ്റർ, വെൽഡർ, മ്യൂസിഷ്യന്, ടീച്ചേഴ്സ്, ഓഫ് കോഴ്സ് നമ്മുടെ നേഴ്സസ്, സീനിയർ കെയർ വർക്കർമാർ എല്ലാവരും തന്നെ ഇതിനകത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏകദേശം ഒരു 200ഓളം ജോബുകളാണ് അവരുടെ പുതിയ സ്കിൽഡ് വർക്കർ വിസ ഒക്കുപ്പേഷൻ ലിസ്റ്റിലേക്ക് ഈ ഒരു 2025 ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷകരവും പോസിറ്റീവുമായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം UK ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു കാര്യം ഇതുവരെ വെളിയിൽ വന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 2024 പകുതി മുതൽ 2025 ഏപ്രിൽ മാസം വരെയൊക്കെ ആകുമ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടാണ് UK ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. UK സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിക്ക് വേണ്ടി ആവശ്യം വരുന്ന ആൾക്കാരെ അവർ എല്ലായ്പ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ടുകൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 200 ജോലികൾക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും വാർത്തകളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോഴ് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒക്കുപ്പേഷൻ കോഡുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കോഡുകളെല്ലാം തന്നെ ഗവൺമെൻറ് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴേ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഈ ഒരു പുതിയ ജോബുകൾ, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും നമുക്കറിയാം, UK ഇതേപോലെയുള്ള വെബ്സൈറ്റുകളിൽ വരുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും നോക്കിക്കൊണ്ടുമാണ് നമ്മളെല്ലാവരും തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും. നിങ്ങളെപ്പോലുള്ള UK വന്നിട്ടുള്ള അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വിസ കിട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗവൺമെൻറ് gov.uk പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർത്തകൾ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ പുതിയ ലിസ്റ്റ് അവരിപ്പോഴും അവരുടെ ഒക്കുപ്പേഷൻ ലിസ്റ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ വരുന്ന ജോലികൾക്ക് പറഞ്ഞാൽ മിക്കവാറും ഉള്ള ജോലികൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം സഹായകരമാവുന്ന, നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. UK ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം UK വെബ്സൈറ്റുകൾ ഇപ്പോഴത്തെ റീഡോ, ഇൻഡീഡോ അല്ലെങ്കിൽ ടോട്ടൽ ജോബ്സോ അല്ലെങ്കിൽ മോൺസ്റ്റർ ജോബ്സോ, അപ്പോൾ ഇതുപോലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് UK ജോബ്സ് കിട്ടുന്ന ആ വെബ്സൈറ്റുകളിൽ പോയിട്ട് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവിടുത്തെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ പെടാത്ത കാര്യമാണ് ഫോട്ടോഗ്രാഫേഴ്സ്, മ്യൂസിഷ്യൻസ്, ബ്ലോഗേഴ്സ്, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അതായത് ഇതുപോലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അവർ വർക്ക് പെർമിറ്റ് നൽകുന്നു എന്നുള്ളൊരു വാർത്ത. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം ഇപ്പം നമ്മൾ ബ്ലോഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളൊരു വീഡിയോഗ്രാഫറാണ്, നിങ്ങളൊരു മ്യൂസിഷ്യനാണ്, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ
ഈ ഒരു ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ എന്തായാലും ആ ഒരു കോഡുകൾ മാറിയിട്ടുള്ളത് അവരുടെ gov.uk വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ജോബുകളൊക്കെ തന്നെ അവർ ആഡ് ചെയ്തിരിക്കുന്നതും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ സ്കിൽഡ് വർക്കർ വിസ എലിജിബിൾ ഓക്യുപ്പേഷൻ ആൻഡ് കോഡ്സ് അപ്ഡേറ്റഡ് 9th April 2025 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു 3413 വന്നിരിക്കുന്ന നോക്കണം. ആക്ടേഴ്സ്, ബ്രോഡ്കാസ്റ്റേഴ്സ്, ചിൽഡ്രൻസ് എന്റർടൈനേഴ്സ്, കൊമേഡിയൻസ്, മജീഷ്യൻസ്, മോഡൽസ്, സിംഗേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആക്ടേഴ്സ്, എന്റർടൈനേഴ്സ് ആൻഡ് പ്രസന്റേഴ്സ് നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്. അപ്പൊ ഇതേപോലെയുള്ള പുതിയ ജോലികൾ എല്ലാം തന്നെ അവരുടെ ഈ ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ 3412 വന്നിരിക്കുന്നത് ഓതേഴ്സ്, ബ്ലോഗേഴ്സ്, കോപ്പി റൈറ്റേഴ്സ്, ലിറ്റററി എഡിറ്റേഴ്സ്, പോയറ്റ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ടെക്നിക്കൽ റൈറ്റേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഇന്റർപ്രറ്റേഴ്സ്, ഓതേഴ്സ്, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട സാധാരണ ജോലികൾ എല്ലാം തന്നെ ഇപ്പോഴ് അവരുടെ ലിസ്റ്റിലേക്ക് അവർ ആഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ 3412, 3413 നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഇതുപോലുള്ള പുതിയ പുതിയ വേക്കൻസികൾക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ നല്ലൊരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ നല്ലൊരു ബ്ലോഗറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് UK വരാനായിട്ട് സാധിക്കും. പുതിയ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK adds over 200 jobs to skilled worker visa occupation list in 2025. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാനായിട്ട് സാധിക്കും. IT ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓൾറെഡി UK വേക്കൻസികളൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്, ഡാറ്റ അനലിസ്റ്റ്, അതേപോലെയുള്ള എല്ലാ ജോലികൾക്കും അവർ ആൾക്കാരെ ഇപ്പോഴ് വീണ്ടും ക്ഷണിക്കുന്നു. ഹെൽത്ത് കെയർ റോൾസ് നോക്കിയാൽ അതിൽ നമുക്ക് വന്നിരിക്കുന്നത് ജനറൽ പ്രാക്ടീഷണേഴ്സ്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, നേഴ്സസ്, സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ സീനിയർ കെയർ വർക്കേഴ്സ്. അപ്പോൾ ഈ സീനിയർ കെയർ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. അവരെ വീണ്ടും ഇന്റർനാഷണലി അവർ റിക്രൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടാനായിട്ട് പോകും. ഇനി എഞ്ചിനീയറിംഗ് ജോബ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, അതേപോലെ തന്നെ എയറോസ്പേസ്, പ്രൊജക്ട് എഞ്ചിനീയേഴ്സിനൊക്കെ ധാരാളം വേക്കൻസികളുണ്ട്. അതിൻ്റെ എല്ലാം കോഡാണ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ സെക്ടറിൽ വരികയാണെങ്കിൽ ടീച്ചേഴ്സിന് അവർ വീണ്ടും ഇപ്പോഴും വേക്കൻസികളുണ്ട്. അവർക്ക് വർക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതെല്ലാം തന്നെ സ്കിൽഡ് ട്രേഡേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, റൂഫേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, ഷെഫ്സ്, വെൽഡേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ പുതിയ കോഡ് കൊടുത്തുകൊണ്ട് വീണ്ടും അവർ ആഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കുക. ടു ഫൈൻഡ് ദി ഫുൾ ഓക്യുപ്പേഷൻ ലിസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് പോകും. അത് gov.uk ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ്. ഹൗ ടു ഫൈൻഡ് യുവർ ഓക്യുപ്പേഷൻ കോഡ്. ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്യുപ്പേഷൻ കോഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കാർപ്പൻ്ററായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഓക്യുപ്പേഷൻ കോഡ് എന്ന് പറയുന്നത് 5316 ആയിരിക്കും. റൂഫേഴ്സിൻ്റെ 5314. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ 3411 ആയിരിക്കും നിങ്ങളുടെ കോഡ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ ഒരു കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേക്കൻസി ഉണ്ട്, അവർ റിക്രൂട്ട്മെന്റ് നടത്തും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു CV തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ഒരു കോഡ് വെച്ചിട്ടായിരിക്കണം നിങ്ങളുടെ CV തയ്യാറാക്കേണ്ടതും. നിങ്ങളുടെ ആ കോഡ് അനുസരിച്ചായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വീണ്ടും തെളിയുന്നു എന്നുള്ള ഒരു വലിയൊരു ന്യൂസാണ് ഇതിൽ കൂടി ഇപ്പോഴേ പുറത്ത്. നമുക്കറിയാം UK ഇപ്പോഴേ കറണ്ടിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ UK ജോലി അന്വേഷിച്ച് നടക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് ഇത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് ആൻഡ് ഫിനാൻസിലൊക്കെ ധാരാളം ചാർട്ടേഡ് അക്കൗണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ്, HR ഓഫീസേഴ്സിൻ്റെ ഒക്കെ വേക്കൻസികളാണ് അവരിപ്പോഴേ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് UK വന്ന് ജീവിക്കാൻ പറ്റുന്ന വലിയൊരു അവസരം കൂടിയാണ് UK ഇപ്പോഴ്
തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഇത് യൂസ് ചെയ്യുക. നൂറുകണക്കിന് സ്റ്റുഡൻസ് ആണ് ഈ UK ഇപ്പോൾ ജോലിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, നിങ്ങളെ സംബന്ധിച്ചോളം ഇത് വലിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. വെബ്സൈറ്റിൽ പോയി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾ ജോബ് തരപ്പെടുത്തുക. കാരണം UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ കൂടി പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് 3-4 മാസമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു 10 പേർക്കെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ ജോലി കിട്ടട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇപ്പോൾ എടുത്തത്. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.